തിരുവനന്തപുരം കണ്ണൂർ അതിവേഗ റെയിൽപാതയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ആ പദ്ധതിയുമായി അതിവേഗം മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് മെട്രോമാനായ ഇ ശ്രീധരൻ. വിശദമായ പദ്ധതി രേഖ തയ്യാറാക്കുന്നതിനായി DMRCയുടെ ഓഫീസ് ഇന്ന് മലപ്പുറം മുതൽ മലപ്പുറം പൊന്നാനിയിൽ പ്രവർത്തനം ആരംഭിക്കും. ആദ്യഘട്ടത്തിൽ 10 ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് ഈ ഓഫീസ് പ്രവർത്തനം ആരംഭിക്കുക. പദ്ധതി കടന്നു പോകുന്ന ഇടങ്ങളിലെ ജനങ്ങളുടെ ആശയവും ആശങ്കയും പരിഹരിക്കാൻ പ്രത്യേക യോഗങ്ങളും ഇ ശ്രീധരൻ വിളിച്ചു ചേർക്കുന്നുണ്ട്. ശാന്തകുമാർ വെള്ളാലത്ത് കൂടുതൽ വിവരങ്ങളുമായി നമുക്കിപ്പോൾ തത്സമയം ചേരുന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഇന്നലെ ബജറ്റിൽ ഇങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് കരുതി, പക്ഷേ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇ ശ്രീധരൻ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന് ഇ ശ്രീധരൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. ഇന്നിപ്പം ഓഫീസ് തുടങ്ങി പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്ന അദ്ദേഹം തന്നെ ഉദ്ഘാടനം ചെയ്ത് ഒരു ഓഫീസ് തുറക്കാൻ പോകുന്നു. അപ്പോൾ എങ്ങനെയാണ് വിവരങ്ങളൊക്കെ? എപ്പോഴായിരിക്കും ഈ ചടങ്ങുകളൊക്കെ? ഇപ്പോൾ ഇ ശ്രീധരൻ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോഴും ഈ പദ്ധതിയുടെ ഒരു പ്രഖ്യാപനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് മുന്നോട്ട് പോവുകയാണോ ഇ ശ്രീധരൻ? ശാന്തകുമാർ. ഗുഡ് മോർണിംഗ്. അത് തന്നെയാണ് സേതു പറഞ്ഞ പോലെ തന്നെയാണ്. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ശ്രീധരനുള്ളത്. ശ്രീധരന് വലിയ പ്രതീക്ഷ അല്ലെങ്കിൽ വലിയ ആത്മവിശ്വാസം നൽകുന്നത് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നു എന്ന് നമുക്കും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പൊന്നാനിയിൽ ഇന്ന് അദ്ദേഹത്തിന്റെ വീടിന് സമീപത്തു തന്നെയാണ് ഈ ഓഫീസ് തുറക്കുന്നത്. DMRC ആണ് നേതൃത്വത്തിലുള്ള ഒരു ഓഫീസാണ് തുറക്കുന്നത്. 10 ഉദ്യോഗസ്ഥരും ഈ ഓഫീസിനകത്ത് പ്രവർത്തിക്കാനുണ്ടാവും ആദ്യഘട്ടത്തിൽ എന്ന് പറയുന്നു. അത് വിപുലമായ ഒരു പദ്ധതി രേഖ തയ്യാറാക്കുക എന്നുള്ളത് തന്നെയാണ് DMRC സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അത് ഇ ശ്രീധരന്റെ കൂടി പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു കേരളത്തിലെ ഒരു അതിവേഗ പാത എന്നുള്ളത്. അതിന്റെ ഒരു ലക്ഷ്യവും ഇല്ലെങ്കിൽ അവ നടപ്പാക്കേണ്ട കാര്യവും എങ്ങനെയൊക്കെ എന്നുള്ളത് നേരത്തെ തന്നെ അശ്വിനി വൈഷ്ണവ് കേന്ദ്ര റെയിൽവേ മന്ത്രിക്കുമായി ആശയവിനിമയം നടത്തിയിരുന്നു. അദ്ദേഹം ഈ ജനുവരി മാസം 16-ാം തീയതിയാണ് മന്ത്രിയെ കാണുകയും ഇത്തരത്തിൽ ഒരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതിനെ വിശദമായൊരു പദ്ധതി രേഖ തയ്യാറാക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയായിരുന്നു. തുടർന്ന് ആണ് കഴിഞ്ഞ ഈ മാസം 24-ാം തീയതി തന്നെ ജനുവരി 24-ന് തന്നെ അദ്ദേഹം ഈ കേരളത്തിൽ ഒരു അതിവേഗ പാത വരും എന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് തന്നെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത്. അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു ഇത് അടുത്ത കേന്ദ്ര ബജറ്റിൽ പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. കാരണം ബജറ്റ് തയ്യാറാക്കൽ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത് ബജറ്റ് പ്രഖ്യാപിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഈ പദ്ധതി നടപ്പാക്കാൻ കഴിയും. അത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിനുള്ള പ്രവർത്തനമാണ് തുടരുന്നത് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമ്മൾ ഇന്നലെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചപ്പോഴും നമ്മൾ കാണുന്നത്. അതിനകത്ത് കേരളത്തിന് അത്തരത്തിലൊരു പദ്ധതിയില്ല. പക്ഷേ ഈ ശ്രീധരൻ 10 ദിവസം മുമ്പ് പ്രഖ്യാപിച്ച അല്ലെങ്കിൽ തീരുമാനിച്ച കേന്ദ്രത്തിന്റെ ഉറപ്പ് ലഭിച്ച പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. അത് ജനങ്ങൾക്കുണ്ടാവുന്ന ആശങ്ക പരിഹരിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായി ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് അദ്ദേഹം പറയുന്നുണ്ട്. അതിനുവേണ്ടി ജനങ്ങളിലേക്ക് ഇറങ്ങി ഈ പദ്ധതി കടന്നു പോകുന്ന ഇടങ്ങളിൽ എല്ലായിടത്തും ജനങ്ങളുമായി ഒരു സംവാദം ഉണ്ടാക്കി ജനങ്ങളുടെ ആശങ്കയും അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളും കേട്ടുകൊണ്ടും പരിഹരിച്ചുകൊണ്ടും മാത്രമാണ് മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതിന് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് കേരയിൽ പദ്ധതി വന്നപ്പോൾ അതിന്റെ സർവേയുമായി ബന്ധപ്പെട്ട് നിരവധി പ്രശ്നങ്ങൾ, നിരവധി പോലീസ് കേസുകൾ ഉണ്ടാവുന്നു, സംഘർഷങ്ങൾ ഉണ്ടാവുന്നു, സമരങ്ങൾ ഉണ്ടാവുന്നു. അത്തരത്തിലുള്ളതൊന്നും ഇത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം ഈ ശ്രീധരനുണ്ട്. അത് നടപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ജനങ്ങളുമായി നേരിട്ട് ഇടപഴകുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതാണ് ഈ മാസം 15-ാം തീയതി തന്നെ അത്തരത്തിലുള്ളൊരു യോഗം ജനങ്ങളുമായി ചേർന്നുള്ളൊരു യോഗം അദ്ദേഹം ചേരുന്നുണ്ട്. അത് മലപ്പുറത്താണ് ആദ്യം ചേരുന്നത്. മലപ്പുറം അല്ലെങ്കിൽ കരിപ്പൂർ എയർപോർട്ടിന് സമീപത്തു കൂടെ ഈ അതിവേഗ റെയിൽപാത കടന്നു പോകുന്നു എന്നുള്ള ഈ ശ്രീധരന്റെ ആശയം വലിയ ശാന്തകുമാർ, അപ്പം തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഈ ശ്രീധരൻ. അപ്പൊ അങ്ങനെ